Hi, welcome to our English grammar classes. From today onwards, we are going to deal with tenses. നമ്മൾ ഈ 4-5 ഏകദേശം 6 ക്ലാസ്സോളം നമ്മൾ കഴിഞ്ഞു. ഈ 6 ക്ലാസ്സുകളിൽ വി ഡീലിംഗ് വിത്ത് സെൻറ്റൻസസ്, വാക്യത്തിൻ്റെ ഘടന, വാക്യങ്ങൾ ഏതൊക്കെ ഫോമിലുണ്ട്, എങ്ങനെ നമുക്കവയെ മനസ്സിലാക്കാം എന്നിങ്ങനെ വിവിധ ആസ്പെക്റ്റുകളായിരുന്നു സെൻറ്റൻസുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചത്. Now from today onwards we are going to deal with tenses. Tenses എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കാലങ്ങൾ, ഇല്ലേ? ഓരോ ഭാഷയിലും നമ്മൾ വർത്തമാനം പറയുമ്പോൾ when we are talking we actually look at the verb and we find out what the action when it is placed, എപ്പോഴാണ് ഈ ആക്ഷൻ നടന്നതെന്ന് നോക്കും. we are going to place it in the future tense or the past tense. അതാണ് ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എളുപ്പമാക്കി തരുന്നത്. Now when you are watching this video class, please remember this is particularly made for the university students for their exams. So ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും rather than taking communicative English classes. കാലങ്ങൾ അഥവാ ടെൻസസ് എന്നത് 3 തരത്തിലാണുള്ളത്. ഏത് ഭാഷയിലെടുത്ത് നോക്കിയാലും 3 കാലങ്ങളുണ്ടെന്ന് നമുക്ക് പറയാം. ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം. ഇപ്പോൾ നടക്കുന്നത് പ്രസൻറ്റ് ടെൻസ്, ഇനി സംഭവിക്കാനുള്ളത് ഫ്യൂച്ചർ ടെൻസ്, സംഭവിച്ചു കഴിഞ്ഞത് പാസ്റ്റ് ടെൻസ്. എന്നാൽ ഈ ഓരോ കാലത്തിനും 4 ഭാവങ്ങളുണ്ട്. ലെറ്റ്സ് സീ ഈച്ച് വൺ ഓഫ് ഇറ്റ്. ടെൻസ് എപ്പോഴും ഡീൽ ചെയ്യുന്നത് വെർബിനെ ആയിരിക്കും. നിങ്ങൾ വെർബിനെ നോക്കിയിട്ട് മാത്രമേ, ഒരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസിനകത്ത് വേർബിനെ നോക്കിയിട്ട് മാത്രമാണ് നമുക്ക് ഇത് ഏത് കാലത്തിൽ പറയപ്പെട്ട ഒരു വാക്യമാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. Now, tense of a verb that shows the time of an event or action. എപ്പോഴും ആ വേർബ് നോക്കിയിട്ടാണ് നമ്മൾക്ക് പറയുന്നത് ഈ പ്രവൃത്തി എപ്പോൾ സംഭവിച്ചതാണെന്ന്. Now, that is what a tense means. You can easily say or simply say, tense tells us when an action is taking place. ഒരു പ്രവൃത്തി എപ്പോൾ നടക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ടെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ഈസി, റൈറ്റ്? ഓക്കെ. ടെൻസിന് 3 ഭാവങ്ങൾ, 3 ഫോംസ് ആണുള്ളത്, 3 രീതികളാണുള്ളത്. ഒന്ന് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മാത്രമല്ല, മലയാളത്തിലെടുത്താലും ഹിന്ദിയിലെടുത്താലും, without the barriers of language, wherever you go, you keep up action in any of these categories. ഈ 3 കാറ്റഗറിയിൽ എവിടെയെങ്കിലും ഒന്നിലായിരിക്കും നിങ്ങൾ ഈ പറയുന്ന ആക്ഷൻസ് പ്ലേസ് ചെയ്യുന്നത്, either in the present tense or in the past tense or future tense. ഈ ഓരോന്നിനും 4 ഭാവങ്ങളുണ്ട്. പ്രസൻറ്റ് ടെൻസിന് 4 എണ്ണം ഉണ്ട്, പാസ്റ്റ് ടെൻസിന് 4 ഭാവങ്ങളുണ്ട്, ഫ്യൂച്ചർ ടെൻസിന് 4 ഭാവങ്ങളുണ്ട്. Now, the 4 different aspects are simple present tense, present continuous tense, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അഥവാ നിങ്ങൾക്ക് പറയാം 4 ഭാവങ്ങൾ ഇതാണ്: സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇൻ സം ബുക്സ് ഓർ സം പ്ലേസസ് യു വിൽ സേ കണ്ടിന്യൂസ് ആസ് പ്രോഗ്രസീവ്. ബോത്ത് ആർ alike. Now, present ടെൻസിന് മാത്രം ഈ 4 ഭാവങ്ങളുണ്ട്, പാസ്റ്റ് ടെൻസിന് 4 ഭാവങ്ങളുണ്ട്, ഫ്യൂച്ചർ ടെൻസിന് 4 ഭാവങ്ങളുണ്ട്. ദിസ് ക്ലാസ് വിൽ ബി ഡീലിംഗ് വിത്ത് ദ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആൻഡ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് മോസ്റ്റ്ലി. സെക്കൻഡ് ക്ലാസ് നമുക്ക് ടെൻസിനെ ബന്ധപ്പെട്ട് വരുന്നതിൽ പ്രസൻറ്റ് പെർഫെക്റ്റും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ആണ് പറയുന്നത്. നൗ യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഏത് സമയത്താണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അഥവാ ഏത് സെൻറ്റൻസാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ലെറ്റ്സ് സീ ദ ഫസ്റ്റ് പാർട്ട്, the 3 forms of a tense: past tense, present tense and future tense. എന്താണിത്? പ്രസൻറ്റ് ടെൻസ്, ഇറ്റ്സ് ഈസി, റൈറ്റ്? നമ്മളെപ്പോഴും പറയാം വർത്തമാനകാലം, ഇപ്പോൾ നടക്കുന്ന ഒരു ആക്ഷൻ, an action that is happening right now. ഈ ഇപ്പോൾ നടക്കുന്ന ആക്ഷൻ എന്നതുകൊണ്ട്, സി എക്സാമ്പിൾ ദ ബേസിക് റൂട്ട് ഫോംസ് ഓഫ് ദി verb: teach, eat, dance. പഠിപ്പിക്കുക, കഴിക്കുക, നൃത്തം ചെയ്യുക, വെള്ളം കുടിക്കുക, drink, jump. Now all these are present tense or present forms of the verb. ഈ
ഇപ്പോൾ സംഭവിക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞത്, റൈറ്റ്? ഇപ്പോൾ, ഈ ഇപ്പോൾക്ക് തന്നെ 1 മിനിറ്റ് മുമ്പില്ലേ, 1 സെക്കൻഡ് മുമ്പില്ലേ, 1 ദിവസം മുമ്പില്ലേ? സോ എവിടെ വരെയാണ് നമുക്ക് ഈ പ്രസൻറ്റ് ടെൻസിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നത്? എന്താണ് പ്രസൻറ്റ് ടെൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്? അത് വരുമ്പോൾ ഏത് ഫോമിനകത്ത് വരും? ഇതാണ് ഈ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നും ചെയ്യുന്നതുണ്ടാവും, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഉണ്ടാകും, ഇന്നലെ ചെയ്തിട്ടുണ്ടാകും, അതിൻ്റെ എഫക്റ്റ് പോയിട്ടുണ്ടാവില്ല. ഇതാണ് ഈ ആസ്പെക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിനും ഉണ്ട്, ഫ്യൂച്ചർ ടെൻസിനും ഉണ്ട്, റൈറ്റ്? ഓക്കെ, നൗ ലെറ്റ്സ് സീ പാസ്റ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ സംഭവിക്കുന്നതാണെങ്കിൽ തൊട്ട് മുമ്പ് സംഭവിച്ചത്, അല്ലെങ്കിൽ സംഭവിച്ച് കഴിഞ്ഞത്, an action that already took place, സംഭവിച്ചു കഴിഞ്ഞു. ഇനി ആ പ്രവൃത്തിയിൽ നമുക്കൊരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല. ഒരു ഗ്ലാസ് താഴെ വീണ് ഉടഞ്ഞു പോയി, ഇനി ആ പ്രവൃത്തിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? ഇല്ല, പ്രവൃത്തിയോട് ആഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. Now the action that has already took place, that has already taken place, ഇത് നടന്നു കഴിഞ്ഞ പ്രവൃത്തിയെ we say it as past tense. സോ എക്സാമ്പിൾ, ടീച്ചിൻ്റേത് taught, പഠിപ്പിച്ചു, eat, ate, dance, danced. So present tense-ൻ്റേത് past tense. When you come to the future tense, ഇനി സംഭവിക്കുവാൻ പോകുന്ന ഒരു ആക്ഷൻ, an action that is going to happen, ഇനി നാളെ സംഭവിക്കാൻ പോകുന്നു. എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, ടീച്ചിന് ടോട്ട് എന്ന് പറഞ്ഞൊരു കൃത്യമായ പുതിയ വാക്ക് ഇംഗ്ലീഷിലുണ്ട്. ഈറ്റ്, എയ്റ്റ്, ഡാൻസ്, ഡാൻസ്ഡ്. പക്ഷെ അങ്ങനെ ഒരു മാറ്റം വെർബിൻ്റെ ഫോമിൽ ഫ്യൂച്ചർ ടെൻസിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കാണില്ല. പിന്നെ യു ആഡ് സം ഓക്സിലറി വെർബ്, മോസ്റ്റ്ലി വിൽ അല്ലെങ്കിൽ ഷാൽ. ഈ വില്ലോ ഷാലോ ചേർത്തിട്ട് മാത്രമേ നമുക്ക് ഫ്യൂച്ചർ ടെൻസ് ഇംഗ്ലീഷിൽ ഉണ്ടാക്കാൻ പറ്റൂ. പ്രസൻറ്റ് ടെൻസിൽ കിടക്കുന്ന വേർബിൻ്റെ കൂടെ വില്ലോ ഷാലോ ചേർത്ത യുൽ ഗെറ്റ് ഫ്യൂച്ചർ ടെൻസ്. മോസ്റ്റ്ലി വി ആഡ് വിൽ. വിൽ ടീച്ച്, പഠിപ്പിക്കും. വിൽ ഈറ്റ്, കഴിക്കും. വിൽ ഡാൻസ്, നൃത്തം ചെയ്യും. സോ these are the 3 different forms of tenses, right? Now we are going to deal with simple present tense. Simple present tense. എന്തിനൊക്കെയാണ് സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെഗുലർ ഓർ റുട്ടീൻ ആക്ഷൻ. നിങ്ങൾ എന്നും ചെയ്യുന്ന ആക്ടിവിറ്റി ഉണ്ട്. ഇതാ ഇപ്പോൾ നമുക്ക് സമയം 12 മണിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ എന്ത് ചെയ്യും? ചായ കുടിക്കും. 12 മണിക്ക് പറയുക ഐ ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാൽ ഡസ് ദാറ്റ് മീൻ ദാറ്റ് യു ആർ ഡ്രിങ്കിങ് ടീ നൗ? ഇപ്പോൾ നിങ്ങൾ കുടിക്കുന്നു എന്നർത്ഥമുണ്ടോ? ഇല്ല. ഐ ഡ്രിങ്ക് ടീ, ഞാൻ ചായ കുടിക്കും, ഞാൻ ചായ കുടിക്കാറുണ്ട്. ദാറ്റ്സ് മൈ യൂഷ്വൽ തിങ്. എനിക്കിപ്പോൾ ചായ വേണമെന്നില്ല, ഞാനിപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അർത്ഥമില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു കപ്പോ ഗ്ലാസ്സോ ഒന്നും ഉണ്ടാവണമെന്നില്ല, ഞാൻ ചായ ഇടുകയല്ല. ബട്ട് ഐ ലവ് ടീ, എനിക്ക് ചായയാണ് ഇഷ്ടം. ഐ ലൈക്ക് ടീ, ഞാൻ ചായയാണ് സാധാരണ കുടിക്കുന്നത്. സോ സാധാരണയായിട്ടുള്ള ആക്ഷൻസിന്, റെഗുലർ ഓർ റുട്ടീൻ ആക്ഷൻസിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. ഇറ്റ് യൂഷ്വലി ഹാവ് ദിസ് ടേം യൂഷ്വലി. ഹി യൂഷ്വലി ഡ്രിങ്ക്സ് ടീ. എപ്പോഴും യൂഷ്വലി ഒന്നും ചേർക്കത്തില്ലെങ്കിൽ പോലും അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹാബിച്വൽ ആക്ഷൻസ്. ഐ ഗോ ടു സ്കൂൾ, ഐ ഗോ ടു കോളേജ്, ഹി ഡ്രിങ്ക്സ് മിൽക്ക്, റൈറ്റ്? സെക്കൻഡ് വൺ, തിങ്സ് ദാറ്റ് ആർ ഓൾവേസ് ട്രൂ. എറ്റേണൽ ട്രൂത്തുകളുണ്ട്, മാറ്റം വരാത്തതുണ്ട്. ജസ്റ്റ് ലൈക്ക് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്, the earth rotates around the sun. The earth revolves around the sun. The earth rotates on its own axis. ഇങ്ങനെ മാറ്റം വരാത്ത കുറേ കാര്യങ്ങളുണ്ട്. എറ്റേണൽ ട്രൂത്ത്, നിത്യമായ സത്യങ്ങൾ. ഇന്നലെയും സൂര്യൻ കിഴക്കുദിച്ചു, ഇന്ന് സൂര്യൻ കിഴക്കുദിക്കുക, നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ നാളെ സൂര്യൻ കിഴക്കേ ഉദിക്കത്തുള്ളൂ, റൈറ്റ്? അങ്ങനെയുള്ളതിനെ, മാറ്റം വരാത്തതിനെ നിങ്ങൾക്ക് ഏത് ടെൻസിൽ പറയാം? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയാം. സോ ഇറ്റ്സ് യൂസ്ഡ് ഫോർ റെഗുലർ ആൻഡ് റുട്ടീൻ ആക്ഷൻസ്.
തിങ്സ് ദാറ്റ് ആർ ഓൾവേസ് ട്രൂ. ദ തേർഡ് വൺ അൺചേഞ്ചിങ് സിറ്റുവേഷൻസ്. അത്ര എളുപ്പം 1-2 വർഷം കൊണ്ട് മാറ്റം വരാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കൊണ്ട് ഇനി മാറ്റം വരാത്തൊരു കാര്യങ്ങൾ, ചില കാര്യങ്ങൾക്ക് മാറ്റം അങ്ങനെ പെട്ടെന്ന് വരില്ല. അങ്ങനെയുള്ളതിനെ നിങ്ങൾക്ക് എന്ത് ടെൻസിൽ പറയാം? അൺചേഞ്ചിങ് സിറ്റുവേഷൻ. ലണ്ടൻ ഈസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് തേംസ്. ലണ്ടൻ നഗരം പണിയപ്പെട്ട കാലം തൊട്ട് തേംസ് നദിയുടെ തീരത്താണ് ലണ്ടൻ നഗരം. ഇന്ന് മാറിയോ? നാളെ ഒരു സുപ്രഭാതത്തിൽ മാറുമോ? ഇങ്ങനെ. എന്നാൽ ഒരു 100 കൊല്ലത്തിന് ശേഷം തേംസ് നദി ഉണ്ടെന്നോ ഇല്ലെന്നോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. സൂര്യൻ്റെ കാര്യം പറഞ്ഞ പോലെ അത്ര ഉറപ്പ് നമുക്ക് ഈ കാര്യത്തിലില്ല. നാളെ തേംസ് നദി അവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ല. നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്നുള്ള ദിവസമല്ല, ഒരു 100 വർഷത്തിന് ശേഷം തേംസ് നദി അവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ല. ഒരു പക്ഷേ അതിന് ഗതി മാറി ഒഴുകാം, ഒരു പക്ഷേ അതെന്ത് ചെയ്യാം, വറ്റിപ്പോകാം, മറ്റെന്തെങ്കിലും അവിടെ ഒരു അത്യാഹിതം സംഭവിക്കാം, ഒരു ഭൂമി കുലുക്കം ഉണ്ടായെന്ന് വരാം, വാട്ടെവർ. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാറ്റമില്ലാത്തതിനെ നിങ്ങൾക്ക് ഏത് ടെൻസിൽ പറയാം? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയാം. റൈറ്റ്? ലണ്ടൻ ഈസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് തേംസ്. അപ്പോൾ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഫിക്സ്ഡ് അറേഞ്ച്മെൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന അറേഞ്ച്മെൻറ്റുകൾക്ക് മാറ്റമില്ല. എങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? എളുപ്പമാണ്. സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? സബ്ജക്റ്റിൻ്റെ കൂടെ വേർബ് ആഡ് ചെയ്തു, ഇല്ലേ? പോസിറ്റീവ് സെൻറ്റൻസിനകത്ത് സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് വെർബ്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഡു ഓർ ഡസ്സോ വെർബിൻ്റെ കൂടെ ചേർത്താൽ നമ്മൾ ആ വെർബിനകത്ത് എന്ത് ചെയ്താൽ മതി? എസ് ആഡ് ചെയ്താൽ മതി. ഡസിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യും, ഡൂവിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യില്ല. സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് വെർബ്. എവിടെ? പോസിറ്റീവ് സെൻറ്റൻസ്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസ് വരുമ്പോഴോ സബ്ജക്റ്റ് പ്ലസ് ഡോണ്ട് ഓർ ഡസൻറ്റ് പ്ലസ് വെർബ്. എവിടെയാണ് ഡു വരുന്നത്, എവിടെയാണ് ഡസ് വരുന്നതെന്ന് ഓർമ്മയുണ്ടോ? ലെറ്റ്സ് സീ. സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും? ഡസ് ചേർക്കും. സി, ഡസ് പ്ലസ് ടീച്ച്, ടീച്ചേഴ്സ്. ഡസ് പ്ലസ് ഡാൻസ്, ഡാൻസസ്. ഡസ് പ്ലസ് ഈറ്റ്, ഈറ്റ്സ്. അപ്പോൾ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ എപ്പോഴും എന്ത് വരുന്നത്? ഡസ് വരുന്നത്. ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റുകൾ? ഹീ, ഷീ, ഇറ്റ്. പിന്നെ പേരായ ശബ്ദങ്ങൾ എർത്ത്, സൺ, റൈസസ്. ഹീ ഡ്രിങ്ക്സ്, ലണ്ടൻ ഈസ്. അപ്പോൾ ഡസ് പ്ലസ് വെർബ് ഏതിൻ്റെ കൂടെ വരുന്നു? സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ വരുന്നു. നോ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലോ ഡു വരും. ഡു പ്ലസ് വെർബ്. അവിടെ എന്ത് വരില്ല? യെസ് ആഡ് ചെയ്യില്ല. ഏതൊക്കെയാണ് പ്ലൂറൽ സബ്ജക്റ്റ്? ഐ, യു, വി, ദേ. ലെറ്റ്സ് സേ ഈ എക്സാമ്പിൾ, ഹി യൂഷ്വലി ഡ്രിങ്ക്സ് ടീ. നമുക്ക് ആ യൂഷ്വലി അങ്ങ് മാറ്റാം. ഹി ഡ്രിങ്ക്സ് ടീ. അത് ഐ ചേർത്ത് പറഞ്ഞാലോ? ഐ സബ്ജക്റ്റ് പ്ലസ് വെർബ് ഡു. ഡ്രിങ്ക് ടീ. ഐ ഡ്രിങ്ക് ടീ. യു ഡ്രിങ്ക് ടീ. അതുകൊണ്ടാണ് നമ്മൾ അന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയപ്പോൾ ഇൻട്രോഗേറ്റീവിനകത്ത് നമ്മൾ ആക്കിയത് ഡു യു ഡ്രിങ്ക് ടീ. ക്ലിയർ? ഓക്കെ. വി ഡ്രിങ്ക് ടീ. ദേ ഡ്രിങ്ക് ടീ. They eat chocolate. I hope that's enough for you. Let's see some examples. I dash fast. Verb run ആണ്. അപ്പോൾ എന്ത് വരും? Do plus run. So do plus run വരുമ്പോൾ yes, I run fast. Try to keep saying with me. Negative വന്നാൽ I don't run fast. See the second one. You dash chocolate. You plural subject ആണല്ലേ. So do plus eat. You eat chocolate. Do plus eat എന്താ? Eat ആണ്. So you eat chocolate. Negative, you don't eat chocolate. നിങ്ങൾ ചോക്ലേറ്റ് കഴിക്കില്ല. She dash fast. Run. Does വരും അല്ലേ? സിംഗുലർ സബ്ജക്റ്റാ. She does plus run. Does plus run, runs. She runs fast. അവൾ വേഗത്തിൽ ഓടും. അതുകൊണ്ട് എന്താ അർത്ഥം? ഇപ്പോൾ ഓടുന്നു എന്നർത്ഥമില്ല. അവൾ സാധാരണ ഓടും. നല്ല വേഗത്തിൽ അവൾക്ക് ഓടാൻ കഴിവുമുണ്ട്. ഈ ദിവസങ്ങളിൽ അവളോട് ഓടാൻ പറഞ്ഞ് അവൾ നന്നായിട്ട് ഓടുകയും
ചെയ്യും. അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. സോ ഇറ്റ്സ് എ ഹാബിച്വൽ ആക്ഷൻ. ഷീ റൺസ് ഫാസ്റ്റ്. നെഗറ്റീവ് എന്ത് വരും? ഡസാണ് അവിടെ. അപ്പോൾ ഡസൻറ്റ്. ഷീ ഡസൻറ്റ് റൺ ഫാസ്റ്റ്. പിന്നെ എസ് ഇല്ല കേട്ടോ. ഡസ് പ്ലസ് റൺ. ഡസൻറ്റ് റൺ ഫാസ്റ്റ്. ഇറ്റ് ഡാഷ് സ്വിം. നിങ്ങളോട് എക്സാമിന് ഇങ്ങനെയായിരിക്കും ചോദിക്കുക. ഇറ്റ് സിംഗുലർ സബ്ജക്റ്റ് ഡസ് പ്ലസ് സ്വിം. സ്വിംസ്. ഇറ്റ് സ്വിംസ്. നെഗറ്റീവ് ഇറ്റ് ഡസൻറ്റ് സ്വിം. ഹീ ഡാഷ് ടെന്നീസ് പ്ലേ. ഡസ് പ്ലസ് പ്ലേ. He plays tennis. He doesn't play tennis. So, I hope you are understood what is meant by simple present tense. Now, towards the end of the class, I'll be passing a lot of links to you. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ലിങ്കുകൾ ഞാൻ തരാം. ജസ്റ്റ് ഗോ ആൻഡ് ഡു ദി എക്സസൈസസ്. എത്ര എക്സസൈസസ് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് നല്ലതായിട്ട് വരും. ലെറ്റ്സ് ഡു ദ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഹാബിച്വൽ ആക്ഷൻസിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറഞ്ഞു, സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ ആ പ്രവൃത്തി നിങ്ങൾ ഇപ്പോൾ ചെയ്യുവാണെങ്കിലോ അതിന് നിങ്ങൾക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. ഇറ്റ്സ് യൂസ്ഡ് ഫോർ ആക്ഷൻസ് ദാറ്റ് ആർ ഇൻ പ്രോഗ്രസ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടാവണം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ മറ്റൊരു പേര് പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്നും കൂടിയുണ്ട്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം ആക്ഷൻസ് ദാറ്റ് ആർ ഇൻ പ്രോഗ്രസ്. എങ്ങനെ നമുക്ക് ചെയ്യാം? ഒന്ന്, സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ് ഓർ ആർ. എവിടെ ആം ചേരുക? ഐയുടെ കൂടെ ആം വരും. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഈസ് വരും. പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ആർ വരും. പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. വെർബിൻ്റെ കൂടെ ഐ എൻ ജി വരും. അപ്പോൾ ഈ ആമ, ഈസ്, ആറൊക്കെ വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ കൂടെ ഓക്സിലറി വെർബുകളായിട്ട് ആമോ, ഈസോ, ആറോ വന്നു കഴിഞ്ഞാൽ മെയിൻ വെർബിൻ്റെ കൂടെ എന്ത് വരും? ഐ എൻ ജി വരും. റിമെമ്പർ, ഓക്സിലറി വെർബുകൾ ആമോ, ഈസോ, ആറോ വന്നു കഴിഞ്ഞാൽ മെയിൻ വെർബിൻ്റെ കൂടെ എന്ത് വരും? ഐ എൻ ജി വരും. മെയിൻ വെർബും ഓക്സിലറി വെർബും ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്തിൻ്റെ കൂടെ? ഐയുടെ കൂടെ ആം, സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റിൻ്റെ കൂടെ ഈസ്, ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റ് യു, വി, ദേയുടെ കൂടെ ആർ. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. She, singular subject, right? Is, eat, verb, ing. She is eating chocolate. ഇതിൻ്റെ അർത്ഥം എന്താ? അവൾ ഇപ്പോൾ ചോക്ലേറ്റ് കഴിക്കുന്നു. ഇപ്പോൾ ഈ സമയം, നമ്മൾ ഈ പറയുന്ന സമയത്ത് അവൾ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. വാട്ട് ആം ഐ ഡൂയിങ്? ഐ ആം ടീച്ചിങ്. ഞാൻ പഠിപ്പിക്കുന്നു. വാട്ട് ആർ യു ഡൂയിങ്? യു ആർ hearing or you are listening to this lecture. Okay. Second one, I am running. ഞാൻ ഓടുന്നു. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു. They are swimming. He is playing tennis. Let's do the exercises. Now, let's see. I dash a letter. Verb main തന്നിട്ടുണ്ട്, write. ഐയുടെ കൂടെ എന്ത് വരും? ആം. റൈറ്റിംഗ്. ഞാൻ കത്ത് എഴുതുന്നു. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. നെഗറ്റീവ് ഈസി, നോട്ട് ആഡ് ചെയ്താൽ മതി. ഐ ആം നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ. ദ സ്നോ ഡാഷ്. സ്നോ, സിംഗുലർ സബ്ജക്റ്റ്, റൈറ്റ്? ഈസ്. ദ സ്നോ ഈസ്, മെയിൻ വെർബ് fall പ്ലസ് ഐ എൻ ജി. ദ സ്നോ ഈസ് falling. Snow is falling. Now, എപ്പോഴും സെൻറ്റൻസ് നിങ്ങളോട് ഇങ്ങനെ ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. ദേ മേ ആസ്ക് ബിഗർ സെൻറ്റൻസ് ടു ആഡ്. ഇങ്ങനെയുള്ള സെൻറ്റൻസിൽ ചിലപ്പോൾ ഇത് രണ്ടും വരും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസും വരും, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും വരും. സീ ദിസ് സെൻറ്റൻസ്. നൗ ദ സ്നോ ഡാഷ്. ഇപ്പോൾ ഈ മഞ്ഞ് പെയ്യുന്നു. എവ്രി ഇയർ, എല്ലാ വർഷവും. ഇറ്റ് ഡാഷ് ഡ്യൂറിങ് ദിസ് സീസൺ. ഇവിടെ ഇപ്പോൾ എന്തൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കണം? ഏത് ടെൻസ് എവിടെ വരും? നൗ ദ സ്നോ, ഇപ്പോൾ, ഈ നിമിഷം ഈ മഞ്ഞ് പെയ്യുന്നു. അപ്പോൾ അതെന്താകും? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകും. എവ്രി ഇയർ, എല്ലാ വർഷവും ഈ സമയത്ത്, ഡ്യൂറിങ് ദി സീസൺ, ഈ മഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്? പെയ്യാറുണ്ട്. സോ ദാറ്റ്സ് എ ഹാബിച്വൽ ആക്ഷൻ. എല്ലാ വർഷവും നടക്കുന്ന കാര്യങ്ങൾ അല്ലേ? സോ അതെന്താവും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാകും. നോ, ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കണം. നൗ ദ സ്നോ ഈസ്
falling. Simple present tense. It. Yes, it's singular, but dust plus fall, it falls during the season. So sentence is, now the snow is falling. Every year it falls during this season. നിങ്ങൾ എക്സാമിന് ഇരിക്കുമ്പോൾ ഏതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്, ഏത് എല്ലാ വർഷവും സംഭവിക്കുന്നത് എന്ന് നോക്കുക. C1. Someone dash, please dash the door. ആരോ മുട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഇൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതുകൊണ്ട് നീ ആ ഡോർ ഒന്ന് തുറക്കൂ. ദാറ്റ് ക്യാൻ ബി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. someone is knocking, please open the door. ആരോടാ ചെയ്യുന്നത്? യു ആ. യുവിൻ്റെ കൂടെ പിന്നെ ഡു അല്ലേ വരത്തുള്ളൂ. പ്ലീസ് ഓപ്പൺ ദ ഡോർ. She dash well. Now she dash a new dish. She, അവൾ, dash well, നന്നായി ആഹാരം പാചകം ചെയ്യും. കുക്കുണ്ട്, പാചകം ചെയ്യും. Habitual action. So that is in simple present tense. Now she, ഇപ്പോൾ ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കുന്നു. അത് ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. So that's in present continuous tense. She cooks well. Now she is cooking a new dish. Last one. I often dash with a pen. ഞാൻ സാധാരണ പെൻ വെച്ചിട്ടാണ് എഴുതാറ്. So that's in simple present tense. Now I dash a pencil. ഇപ്പോൾ ഞാനൊരു പെൻസിൽ ഉപയോഗിച്ച് എഴുതുന്നു. അപ്പോൾ ഒരാൾ പെൻസിൽ ഉപയോഗിച്ച് എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞത് ഞാൻ സാധാരണ പെൻ വെച്ച് എഴുതുന്നത്, ഇപ്പോൾ പക്ഷേ പെൻസിലാണ് കയ്യിൽ കിട്ടിയത്, പെൻസിൽ വെച്ച് എഴുതുന്നു. ഓക്കെ. So the second one will be in present continuous tense. I often write with a pen. I. അപ്പോൾ do plus write. Write. I often write with a pen. Now I am using a pencil. That's it. Thank you. Hope you understood the class. We'll be dealing with the present perfect tense and present perfect continuous tense in the next class. Keep listening to the videos. I'll be adding a lot of links and exercises sheets along with this link. ഈ ലിങ്ക് നിങ്ങൾക്ക് തരുമ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഇഷ്ടംപോലെ വർക്ക്ഷീറ്റുകൾ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ചെയ്യാനുള്ള ലിങ്കുകളോ ഞാൻ ഉണ്ടാക്കിയ വർക്ക്ഷീറ്റ്സോ നിങ്ങൾക്ക് തരാം. പ്ലീസ് ട്രൈ ടു വർക്ക് ഇറ്റ് ഔട്ട്. എത്രയും എക്സസൈസസ് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് ഈസി ആകും സെൻറ്റൻസസ് കാണുമ്പോൾ പ്രസൻറ്റ് ടെൻസ് ആണോ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാൻ. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.